ഇരിക്കൂർ ചേടിച്ചേരി ALP സ്കൂൾ വാർഷികാഘോഷവും ഭാഷാമൃതം സമ്മാന വിതരണവും നടത്തി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ ഭാഷാമൃതം ഒന്നാം സ്ഥാനം നേടിയതിനുള്ള 2 ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും പഠനോത്സവം പരിപാടിയും പ്രീ പ്രൈമറി സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും 2024-25 വർഷത്തെ LSS പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും 4ാം തരത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം വിവിധ വിഷയങ്ങളിൽ മികവ് കാട്ടിയ കുട്ടികൾക്ക് മുൻ മാനേജർ NK വസന്തകുമാരിയുടെയും KP പള്ളിക്കുട്ടി, KV ശശിശേഖരൻ കർത്ത എന്നിവരുടെ പേരിലുള്ളതും മുൻ ഹെഡ് മാസ്റ്റർ VV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മുൻ ഹെഡ് മിസ്ട്രസ് NC സുലോചന ടീച്ചർ, മുൻ ഹെഡ് മാസ്റ്റർ K മാധവൻ മാസ്റ്റർ എന്നിവർ ഏർപ്പെടുത്തിയതും TM കുഞ്ഞിക്കണ്ണാരൻ നായനാരും സ്കൂൾ സ്റ്റാഫും ഏർപ്പെടുത്തിയതുമായ എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നടത്തി. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് അധ്യക്ഷനായി. ഭാഷാമൃതം വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ TC നസിയത്ത് നിർവഹിച്ചു. ചേടിച്ചേരി ALP സ്കൂൾ പ്രധാന അധ്യാപിക ജസ്ന രവീന്ദ്രൻ, സ്കൂൾ മാനേജർ NK രവീന്ദ്രൻ, PTA പ്രസിഡന്റ് EV ഉമേഷ്, SRG കൺവീനർ K ഷൈജ, മദർ PTA പ്രസിഡന്റ് സുമയ്യ, സ്റ്റാഫ് സെക്രട്ടറി NK പ്രണവ്, VV കുഞ്ഞികൃഷ്ണൻ, K മാധവൻ, EK ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ മികവിന് വേണ്ടി നമ്മളെ ഏർപ്പെടുത്തിയ ഭാഷാമൃത പദ്ധതിയിൽ കഴിഞ്ഞ വർഷം നിയോജകമണ്ഡലത്തിലെ 100ഓളം വരുന്ന സ്കൂളുകളിൽ ഭാഷാമൃതം മലയാളം വിഭാഗത്തിൽ ഈ 100 സ്കൂളുകളെയും പിന്നിലാക്കി 1ാം സ്ഥാനത്തേക്ക് എത്തിയ ഇരിക്കൂർ പഞ്ചായത്തിലെ ചേടിച്ചേരി ALP സ്കൂളിനെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്, ഒരു നിസ്സാരമായ വിജയമല്ല. ഈ മത്സരത്തിൽ സ്കൂളുകളിലെ ഏറ്റവും മികച്ച കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന കലോത്സവം പോലെയുള്ള ഉപജില്ലാ കലോത്സവം പോലെയുള്ള ഒരു മത്സരമല്ല. 6000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിലാണ് ക്ലാസ് മുറികളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന, ഒരുപക്ഷെ ഏറ്റവും അത്യപൂർവമായ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരത്തിലാണ് വലിയ സ്കൂളുകളെ, കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളെ ഒക്കെ പിന്നിലാക്കി ഈ ചെറിയ സ്കൂൾ ഈ നാടിൻ്റെ ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ ചേടിച്ചേരി ALP സ്കൂൾ ഏറ്റവും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്.